നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ് കേട്ടോ. സമയം വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞൊക്കെ വരുന്നുണ്ട്. വെയിലൊക്കെ ഒന്ന് മങ്ങി വരുവാണ്. 4:45 ആയെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. 100% സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് നമ്മുടെ കോട്ടയം. മാത്രമല്ല കോട്ടയത്തെ അക്ഷരനഗരി എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് അതിനർത്ഥം നമ്മുടെ അക്ഷരങ്ങളുടെ നഗരം എന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. നിങ്ങളത് ഇത് കണ്ടില്ലേ, റെയിൽവേ ടാക്സി സ്റ്റാൻഡ് കോട്ടയം. അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ്, ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡും പ്രീപെയ്ഡ്. നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ ഒക്കെ കണക്ക് തന്നെ കേട്ടോ, കോട്ടയം റെയിൽവേ സ്റ്റേഷനും. അപ്പോൾ ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. എവിടുന്നാണ്? കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേട്ടോ. ചെറിയൊരു ട്രെയിൻ യാത്രയാണ്, പക്ഷേ ഒരു അടിപൊളി ട്രെയിനിലാണ് കേട്ടോ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ നിങ്ങളിത് കണ്ടില്ലേ, പഴയ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ പഴയ ഒരു തറവാടിൻ്റെ ഒരു ലുക്കൊക്കെ ഇല്ലേ നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷന്. ഇത് ആ കാണുന്ന വഴിയുണ്ട് അകത്തോട്ട്. ഇനി അതിലേക്കൂടെ വേണം നമുക്ക് നേരെ ചെന്ന് കയറാൻ. അപ്പോൾ നമ്മളെന്തായാലും നേരെ നൈസിന് അകത്ത് കയറുന്നുണ്ട്. ഇനി നേരെ കയറണം, ടിക്കറ്റ് എടുക്കണം, നമുക്ക് പോകേണ്ടുള്ള ടിക്കറ്റ് എടുക്കണം. നമ്മൾ കൊല്ലത്തോട്ടാണ് യാത്ര ചെയ്യുന്നത്, അതായത് എൻ്റെ നാട്ടിലോട്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അടിപൊളി ഒരു ട്രെയിനാണ് കേട്ടോ. സംഭവം ഒരു മെമു ട്രെയിൻ ആണെങ്കിലും അതൊരു വേറെ ട്രെയിനാണ്. കാണാനൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ആ ട്രെയിന്. അതിൽ യാത്രയും നൈസായിരിക്കും. എന്തായാലും ടിക്കറ്റ് എടുക്കാനായിട്ട് പോകണം നമുക്ക്. കോട്ടയത്തു നിന്ന് കൊല്ലത്തേക്ക് നമുക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഈ പോകുന്ന ട്രെയിനിന്. പിന്നെ ട്രെയിനിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ മറ്റേ ATM-ൻ്റെ സംവിധാനവും ഉണ്ട്, കണ്ടില്ലേ, മെയിൻ ടിക്കറ്റ് കൗണ്ടറും. പിന്നെ ഇവിടെ ATM-ൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാമല്ലോ, അതൊരു നല്ല സംവിധാനം ഇപ്പോൾ ഒട്ടുമിക്കടുത്തും ഉണ്ട്. എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 50 രൂപയാണ് ടിക്കറ്റ്. അതായത് നമ്മുടെ കോട്ടയത്തു നിന്ന് നമ്മുടെ കൊല്ലത്തേക്ക് 50 രൂപയാണ് ടിക്കറ്റ്. നമ്മളിനി പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാന്ന് തോന്നുന്നു കേട്ടോ കിടക്കുന്നത്. അപ്പം നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ, അതായത് റെയിൽവേ സ്റ്റേഷൻ എന്നല്ല, ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ റൈറ്റ് സൈഡിൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പ്ലാറ്റ്ഫോം നമ്പർ 2-ലോട്ടും 3-ലോട്ടും പോകുന്നു. ആ വഴി നടന്ന് ഇവിടെ കുറേ അതിഥി തൊഴിലാളികൾ നിൽപ്പുണ്ട്, കണ്ടില്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. വൈകിട്ട് 3:30-4 മണിയാകുമ്പോഴത്തേക്ക് ഒരു ചായ കുടി ഉള്ളതാണ്. ഇന്ന് ആ ചായ കുടി മുടങ്ങി. ഇനി ഇവിടുന്ന് ഒരു ചായ മേടിക്കണം, നല്ലൊരു ചായ കുടിക്കണം, എന്നാലേ ആ ഒരു തലവേദന മാറത്തുള്ളൂ. എന്തായാലും നമ്മൾ സ്റ്റെയറൊക്കെ ഇറങ്ങി താഴോട്ട് പോവുകയാണ് കേട്ടോ. വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം. ഈ വെയിലും കൂടെ അടിച്ചിട്ട് തല നിന്ന് കറങ്ങുവാണ് ഗൈസ്. ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, കണ്ടില്ലേ. ഇതേ കിടക്കുന്നത് നമ്മുടെ ട്രെയിൻ. നമുക്ക് പോകാനൊരു ട്രെയിനാണ്, ഒരു ടോയ് ട്രെയിൻ ലുക്കില്ലേ, ഒരു നൈസ് ലുക്കല്ലേ. മറ്റുള്ള മെമുവിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഇത് ട്രെയിൻ നമ്പർ 06785 കോട്ടയം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. ആ ഡെയിലി സർവീസ് എടുക്കുന്ന ട്രെയിനാണ്. പക്ഷേ ഇത് ആദ്യം വരുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മളെ കൊല്ലത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ കൊല്ലത്തു നിന്ന് ഒരു 2:40 ഈ ട്രെയിൻ വരും, മനസ്സിലായോ. നമ്മുടെ കൊല്ലത്ത് നിന്ന് 2:40 വരുന്ന ഈ ട്രെയിൻ ഒരു 4:55 ആകുമ്പോഴത്തേക്ക് ഇവിടെ കിടക്കും. ഈ ട്രെയിൻ തന്നെയാണ് 5:20, അതായത് 5:20 തിരിച്ച് കൊല്ലത്തോട്ട് വന്നത്, മനസ്സിലായോ. അപ്പം ഇപ്പോഴത്തെ ട്രെയിനിൻ്റെ നമ്പർ 06786-ഉം മറ്റേത് 85-ഉം ഓക്കെ. നമ്മളിപ്പോൾ നമ്മളെ മെമുവിനകത്താണ് കേട്ടോ. നിങ്ങൾ ഈ പോകുന്ന ട്രെയിൻ കണ്ടത് നമ്മുടെ ട്രെയിൻ നമ്പർ 06434 എറണാകുളം എക്സ്പ്രസ് സ്പെഷ്യലാണ് കേട്ടോ. അതായത് നമ്മുടെ കോട്ടയത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണേ. കോട്ടയത്ത് നിന്ന് എറണാകുളം ഡെയിലി സർവീസ് നടന്ന ഒരു ട്രെയിനാണ്. എക്സ്പ്രസ് സ്പെഷ്യലാണ്. 35 രൂപയാണ് ടിക്കറ്റ്. മാത്രവുമല്ല ഒരു 59 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമ്മുടെ കോട്ടയത്ത് നിന്ന് എറണാകുളം പോകുന്നത്. അപ്പോൾ ട്രെയിൻ നമ്പർ 06434. മാത്രമല്ല ഇതേ സെയിം ട്രെയിനാണ് എറണാകുളം ജംഗ്ഷനിൽ ചെന്ന് കാരയ്ക്കൽ എക്സ്പ്രസ് ആയിട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും. ഇതേ ട്രെയിൻ തന്നെയാണ് ചെന്നൈ എഗ്മോറിലോട്ട് കാരയ്ക്കൽ നിന്ന് പോകുന്നതും തിരിച്ചു വരുന്നതും കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സായിട്ട് ഇൻസ്റ്റയിലൊക്കെ റീൽസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ട്രെയിൻ ഇതാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കോട്ടയത്ത് നിന്ന് നമ്മളിപ്പോൾ തിരിച്ച് കൊല്ലത്ത് പോകുന്ന ട്രെയിൻ എടുക്കുന്നത് കൊല്ലത്ത് നിന്ന് 2:40-നാണ്. ആ ട്രെയിനാണ് ഇവിടെ 4:50 ആകുമ്പോൾ എത്തിയിട്ട് വൈകിട്ട് ഒരു 5:40 ആകുമ്പോൾ, 5:20 നേരത്തെ പറഞ്ഞാൽ തെറ്റിപ്പോയിട്ടോ, 5:40-നാണ് ട്രെയിൻ എടുക്കുന്നത്. നമ്മുടെ മെമു 5:40 എടുക്കുന്നത് നമ്മളൊരു 8:15 ആകുമ്പോഴത്തേക്കും കൊല്ലം ജംഗ്ഷനിലെത്തും ആ ട്രെയിനിൽ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ട്രെയിനിൽ ഒരുവിധം ആൾക്കാരായി കേട്ടോ. ഈ ഞാൻ പറഞ്ഞില്ലേ, കൊല്ലത്തുനിന്ന് വരുന്ന ഈ മെമു ഇവിടെ ഒരു 4:50 ആകുമ്പോൾ എത്തുമ്പോഴേക്ക് തന്നെ ഇവിടുന്ന് ആൾക്കാർ കയറിയിരിക്കും ഇതിനകത്ത്, 5:40 എടുക്കുകയാണെങ്കിലും. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കൊല്ലത്തുനിന്ന്, അതായത് നമ്മുടെ കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ പോകുന്ന സ്റ്റേഷൻസ് എല്ലാം കവർ ചെയ്ത് തന്നെ പോകാനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ. നമ്മളത് ചെയ്യുമായിരിക്കും. നമ്മുടെ മെമു ട്രെയിനിൻ്റെ അകത്തുനിന്ന് കയറിയിട്ട് ഒന്ന് നെയിം ബോർഡ് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കോട്ടയത്ത്. അപ്പോൾ ഈ വരുന്നത് ആരാന്ന് അറിയോ, നമ്മുടെ ജനശതാബ്ദിയാണ്, കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് കേട്ടോ. ട്രെയിൻ നമ്പർ 12082 കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കണ്ണൂർ വരെ പോകുന്ന ട്രെയിനാണ്. കോട്ടയത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്, 5:35 ആയി. ഇത് 5:35 നമ്മളെ ട്രെയിൻ 5:40-നാണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ കോട്ടയത്തിന് നെയിം ബോർഡ് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി വന്നു കേട്ടോ. ഇത് ആഴ്ചയിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും സർവീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും കോട്ടയം സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി, തിരുവനന്തപുരത്തുനിന്ന് കണ്ണൂർ വരെ പോകുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഏതാ
പോലീസുകാരൊരു റെയിൽവേ പോലീസിൻ്റെ സ്റ്റേഷൻ. നമ്മുടെ ജനശതാബ്ദിയൊക്കെ പോയി കേട്ടോ. അതേ കണ്ടില്ലേ, കോട്ടയത്തിൻ്റെ നെയിം ബോർഡ്, അടുത്ത നെയിം ബോർഡ്, അതുകൊണ്ട് വേറൊരു നെയിം ബോർഡ്. ഇതേ ആ കണ്ടില്ലേ, അതാണ് നമ്മുടെ റെയിൽവേ പോലീസിൻ്റെ സ്റ്റേഷൻ കേട്ടോ. അതായത് ഇങ്ങനെ അറ്റ ഭാഗമാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഇങ്ങനെ അറ്റത്ത്. നമ്മളെ ട്രെയിൻ അങ്ങ് ദൂരെ കിടക്കുക. ഞാൻ ഇങ്ങനെ അറ്റത്ത് നടന്ന് വന്നായിരുന്നു നൈസിന് ഈ നെയിം ബോർഡ് എടുക്കാൻ വേണ്ടിയിട്ടേ. കാരണം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഷോർട്സ് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് നെയിം ബോർഡിൻ്റെ 1-2 സാധനങ്ങൾ എടുക്കണമായിരുന്നു, വീഡിയോ. അങ്ങനെ നൈസിന് നടന്നു വന്നത്. അപ്പോഴാണ് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി കിട്ടിയത് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ചായ മേടിക്കണം, അതാണ് വേറൊരു പരിപാടി. ചായ മറന്നുപോയി, നേരെ ഇനി വന്ന് ഇതേ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, വർക്ക് ഇൻ പ്രോഗ്രസ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ ഓൾറെഡി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പണിയുടെയൊക്കെ. എല്ലാം പെട്ടെന്ന് കഴിയട്ടെ, പുരോഗമനം വരട്ടെ ഇന്ത്യൻ റെയിൽവേക്കും ട്രെയിനിനും എല്ലാം. നമ്മുടെ ട്രെയിൻ കിടക്കുന്നുണ്ടോ. 10 രൂപ കൊടുത്തൊരു ചായ മേടിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഓടി ഇങ്ങി വന്ന്. ഇനി ഈ ചായ കുടിച്ചിട്ട് നേരെ തിരിച്ചെൻ്റെ പ്ലാറ്റ്ഫോമിൽ പോകണം. ചായ കുടിച്ച് നേരെ ഇങ്ങി വന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ 5:40 ആയപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ എടുത്ത് കേട്ടോ. നമ്മുടെ മെമു ടോയി ട്രെയിൻ 5:40 കഴിഞ്ഞപ്പോൾ തന്നെ കോട്ടയത്ത് നിന്ന് എടുത്തിരിക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനി ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണണേ. അപ്പോൾ നമ്മൾ വന്ന യാത്ര ചെയ്യുന്ന ട്രെയിൻ ഏതാണ്? ട്രെയിൻ നമ്പർ 06785 കോട്ടയം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. കോട്ടയത്ത് നിന്ന് കൊല്ലം 3 ട്രെയിനാണ്. 5:40 വൈകിട്ട് കോട്ടയത്ത് നിന്ന് ഈ ട്രെയിൻ എടുക്കുന്നത്. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ഈ ട്രെയിൻ ആദ്യം നമ്മുടെ കൊല്ലത്തു നിന്നാണ് വരുന്നത്. അത് ട്രെയിൻ നമ്പർ 06786 ആയിട്ട് കേട്ടോ. അത് ഉച്ചയ്ക്ക് 2:40 എടുക്കുന്ന ട്രെയിൻ 4:55 ആകുമ്പോൾ നമ്മുടെ കോട്ടയത്ത് എത്തുന്നു. ഇതേ ട്രെയിൻ തന്നെ ഇവിടുന്ന് 5:40 എടുക്കുന്നു. തിരിച്ചൊരു 8:10 8:15 ആകുമ്പോൾ നമ്മുടെ കൊല്ലത്ത് എത്തുന്നു. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ കോട്ടയത്ത് നിന്ന് കൊല്ലം വരെയുള്ള സ്റ്റേഷൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ കണക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം എല്ലാം കേട്ടോ. സമയവും കാര്യങ്ങളും എല്ലാം വിശദമാക്കി തന്നെ പറയാം. പിന്നെ അത് നല്ലൊരു ട്രെയിനാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് പറയാൻ, നല്ല തിരക്കുണ്ട് അകത്ത്. തെള്ളും കൊള്ളൊന്നുമില്ല, എന്നാലും തിരക്കുണ്ട്. നമുക്ക് അകത്തു നിന്നുള്ള വിഷ്വൽസ്, ഇതോ പഴയ തുരങ്കം കണ്ട ഓർമ്മ കോട്ടയത്തിൻ്റെ ഓർമ്മ. അതുകൊണ്ട് പിന്നെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അകത്തുനിന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ട്രെയിനിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ നമ്മുടെ കൊല്ലം ജംഗ്ഷനിലെത്തിയിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ, നല്ല വൃത്തിക്കെല്ലാം. ഇപ്പം നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാൻ നൈസിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഇത് കൊല്ലത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ട് കോട്ടയത്തോട്ട് വരുമ്പോൾ അത്ര വലിയ സുഖമൊന്നും കാണത്തില്ല. എന്ന് വെച്ചാൽ യാത്രയ്ക്ക് എന്നുള്ളതല്ല, കാഴ്ചകളുടെ കാര്യം ഞാൻ പറഞ്ഞത്. യാത്രയ്ക്ക് ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്ക്രീൻ പ്രസൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല, വീഡിയോഗ്രാഫി ഒന്നും. പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ ചൂടൊക്കെ അടിച്ച് ചൂട് കാറ്റ്, ഒന്നാമത്തെ ഇപ്പോഴത്തെ ചൂടൊക്കെ അറിയാം. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനല്ല കേട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ചിങ്ങവനം, ചങ്ങനാശ്ശേരി ഭാഗം, തിരുവല്ലയൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. നിങ്ങൾ കാണുന്നില്ല, ഈ ഒരു സീനറിയാണ്, പച്ചപ്പും എല്ലാം നല്ല ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ചാനാണ്. ഇപ്പോൾ ഈ മഴയൊന്നുമില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിരുന്നാലും കണ്ടില്ലേ, ഒരു പ്രത്യേക ഭംഗിയാണ് വൈകുന്നേരങ്ങളിൽ ഈ കോട്ടയത്ത് നിന്ന് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ച് കൊല്ലം അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതിലെ ഡെയിലി പാസഞ്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ചിലപ്പോൾ സ്ഥിര യാത്രക്കാർക്ക് എപ്പോഴും കാണുന്നത് കൊണ്ട് അവർക്കിതൊരു വലിയ പുതുമയായിട്ട് തോന്നാറില്ല. അല്ലെങ്കിൽ നമ്മളെ എന്നെപ്പോലത്തുള്ള ട്രെയിൻ ഭ്രാന്തന്മാരൊക്കെ വേണം യാത്ര ചെയ്യാൻ. ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊന്നുമല്ല, ഇനി അങ്ങോട്ട് ചിങ്ങവനമൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ആ സൂര്യാസ്തമയം, ആ ഒരു സമയം ഉണ്ടല്ലോ ഗൈസ്, അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, അതേ കണ്ടില്ലേ, സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു വൈകുന്നേരം. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ചിങ്ങവനം, ചങ്ങനാശ്ശേരി ഭാഗമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അങ്ങ് പച്ചപ്പുകൾ കാണാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണണേ. നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. 5:52 കഴിഞ്ഞ് വരുന്നുണ്ട്. ചിങ്ങവനമാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ. അതായത് കോട്ടയത്ത് നിർത്തുന്ന നമ്മുടെ ട്രെയിൻ ആദ്യം നിർത്തുന്നത് ചിങ്ങവനം സ്റ്റേഷനിലാണ്. അപ്പം ഒരു വൈകുന്നേരം 5:52 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചിങ്ങവനം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിങ്ങവനത്തുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് ചിങ്ങവനത്ത് ഇറങ്ങിയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേ കണ്ടില്ലേ ചിങ്ങവനം. നമ്മളിപ്പോൾ ചിങ്ങവനം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളും നമ്മുടെ ഈ മെമു ടോയ് ട്രെയിനും. നമ്മുടെ ട്രെയിൻ അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റേഷനായ ചിങ്ങവനം സ്റ്റേഷനിൽ നിന്ന് 1 മിനിറ്റ് തികച്ചിട്ടിട്ടില്ല. ട്രെയിൻ അപ്പോഴേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5:53 ഒക്കെ കഴിഞ്ഞു. നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ്, നമ്മുടെ മെമു ട്രെയിൻ കേട്ടോ. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ചങ്ങനാശ്ശേരിയാണ്. അതായത് നമ്മുടെ ട്രെയിനിൻ്റെ 2ാമത്തെ സ്റ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞാണൊക്കെ നമ്മുടെ കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ ഈ ട്രെയിൻ കവർ ചെയ്യുന്ന ദൂരം 96 കിലോമീറ്ററാണ്. മനസ്സിലായ? ഏകദേശം 96 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ഈ ട്രെയിൻ കൊല്ലത്തെത്തുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് സീനറീസ് കാണിച്ചു തരാം. നമ്മുടെ ചിങ്ങവനം, ഞാൻ പറഞ്ഞില്ലേ ചിങ്ങവനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, ഒരു നൈസ് സീനറി അല്ലേ, വിത്ത് സൺ. സൂര്യൻ ദേ ഇങ്ങനെ നിൽക്കുന്നു. ചെറിയൊരു മങ്ങൽ വരുവാണെങ്കിൽ ഇപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കി തരാം. എൻ്റെ കൈ തട്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നൈസ് അല്ലേ, നൈസ് സീനറി. ഈ ചിങ്ങവനം, ചങ്ങനാശ്ശേരി ഇങ്ങോട്ടൊക്കെ കുറച്ച് ഇതേ കണക്കത്തുള്ള കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാം.
ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഇതേ കണക്കത്തുള്ള കാഴ്ചകളെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഈ വേനൽക്കാലത്ത് അതും ഇമാതിരി ചൂട്, അറിയാലോ ഇപ്പോഴത്തെ ചൂട്. രാവിലെ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. 9 മണിക്കുള്ള വെയിലേക്ക് കൊണ്ട് കഴിഞ്ഞാൽ നിന്ന് കറങ്ങും. അപ്പോൾ ഉച്ചക്കലത്തെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഈ ഉച്ചയ്ക്ക് ഈ വെയിലത്തൊക്കെ പണിയുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. പുറത്ത് നിന്ന് നമ്മൾ ട്രെയിനിൽ തന്നെ ഈ സമയത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത് കണക്കത്തുള്ള കാഴ്ചകളായി കണ്ടില്ലേ. ഇപ്പോൾ ആ ചിങ്ങവനമൊക്കെ കഴിഞ്ഞ് വരുന്ന അത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം, ഒരു കുളിർമയാണ്. അത് പിന്നെ നമ്മൾ ഈ ട്രെയിനിലും കൂടെ ആകുമ്പോഴത്തേക്ക് അത് പ്രത്യേക രസമാണ്. നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തി കേട്ടാ, ചങ്ങനാശ്ശേരി. ഇതേ കണ്ടില്ലേ ചങ്ങനാശ്ശേരിയുടെ നെയിം ബോർഡ്. ചങ്ങനാശ്ശേരി സ്റ്റേഷൻ 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ കോട്ടയം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. അപ്പോൾ ചങ്ങനാശ്ശേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ചങ്ങനാശ്ശേരിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, യാത്രക്കാരൊക്കെ ഓടുന്നുണ്ട്. ആഹാ, ഇവിടുന്ന് ഒരു ടീമുകൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കയറാൻ. അതെ അതെ, കുറച്ചധികം ആൾക്കാരുണ്ട് ഇവിടുന്ന്. വണ്ടി അകത്ത് തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ കണക്ക് തെള്ളു ഇടിയും ബഹളമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇരുന്ന് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ തള്ളോ ഇടിയോ വെപ്രാളോ വഴക്കോ ഒന്നുമില്ല. പിന്നെ ഞാൻ അകത്ത് കയറി വീഡിയോ എടുക്കാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണം, ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ 1 മിനിറ്റ് പോലും തികച്ചിടാതെ തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. 6 മണി കഴിഞ്ഞ് വരുന്നുണ്ട്. അതാണ് ചങ്ങനാശ്ശേരിയുടെ നെയിം ബോർഡ്. അപ്പോൾ ഈ ട്രെയിനിലെ സ്ഥിരയാത്രക്കാരൊക്കെ വീഡിയോ എങ്ങാനും ബൈ ചാൻസ് കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ചങ്ങനാശ്ശേരി അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരുവല്ലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 6:15 എന്നൊക്കെ പറയാം. 6:11, 12 ആയി. തിരുവല്ലയുടെ നെയിം ബോർഡ് കാണിച്ചു തരാം, വെയിറ്റാക്കാം. ഇതേ കണ്ടില്ലേ തിരുവല്ല. നമ്മളപ്പോൾ തിരുവല്ലയിലേക്ക് എത്തി. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തിരുവല്ല സ്റ്റേഷനിലാണ് കേട്ടോ. കോട്ടയത്ത് നിന്ന് ചിങ്ങവനം കഴിഞ്ഞു, ചങ്ങനാശ്ശേരി കഴിഞ്ഞു, ഇപ്പോൾ ദേ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ തിരുവല്ലക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നമ്മളെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ലേ, ഇപ്പം ശാന്തയല്ല ശാന്തമായി നിശ്ചലമായിരിക്കുകയാണ് പുത്രന്മാരെ പുത്രികളെ. ട്രെയിൻ എടുത്ത് കേട്ടോ തിരുവല്ലയിൽ നിന്ന്. 1 മിനിറ്റ് തികച്ചിടാതെ തന്നെ ട്രെയിൻ എടുത്ത്. ഈ ട്രെയിനിൻ്റെ ഒരു സൗണ്ട് വരണം കേട്ടോ, വിമാനം പോകുന്നൊക്കെ ഈ ഒരു സൗണ്ടിലാണ് കയറി വരുന്നത്. പറന്നു പോകുന്നത്. ട്രെയിൻ അടിപൊളി സ്പീഡാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ തന്നെ ട്രെയിൻ പോകുന്നത്. പിന്നെ മെമു എക്സ്പ്രസ് സ്പെഷ്യൽ എന്നൊക്കെ പറയും. മെമു ആകുമ്പോൾ അപ്പോൾ വേറെ അറിയാമല്ലോ, കുറേ സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഡെയിലി യാത്രക്കാർക്ക് ഉപകാരമുള്ള വണ്ടിയാണ് കേട്ടോ. ഈ പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിലും ജോലിക്ക് പോകുന്ന ചേച്ചിക്കും ചേട്ടന്മാർക്കും ആണെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. ഇതേ ഒരു മുട്ടൻ ഫ്ലാറ്റ്. തിരുവല്ല അങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ വീണ്ടും ഒരു സീനറിയിലോട്ട്. ബിറ്റ്വീൻ തിരുവല്ല ചെങ്ങന്നൂർ അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മളൊരു സീനറി ഇങ്ങനെ കണ്ടില്ലേ. വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ കുറേ കാഴ്ചകളായി കാണാം. ഈ കോട്ടയത്ത് നിന്ന് നമ്മൾ തിരിച്ച് കൊല്ലത്തോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലഘട്ടത്തിൽ ഇതുപോലത്തുള്ള കാഴ്ചകളായി കാണുമ്പോൾ മൈൻഡിനൊരു റീഫ്രഷാണേ, ഒരു കുളിർമ, ഒരു സുഖം. അതും ട്രെയിനിൽ യാത്ര ചെയ്ത കണക്കത്തുള്ള ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണുമ്പോൾ ട്രെയിൻ യാത്രയെ ഒരുപാട് സ്നേഹിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം അടിപൊളിയാണെന്ന്. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഗൈസ്. നമ്മളെ അങ്ങനെ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6:21 കഴിഞ്ഞപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം. നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അതങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല. യാത്രക്കാരുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതാണ് ഇപ്പം വേണ്ട ട്രെയിൻ താണ്ട കറക്റ്റ് ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ഒരു 6:20, 21 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ചെങ്ങന്നൂരുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഇതുവരെ നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടിരുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനെയും പോലെയും 1 മിനിറ്റ് തികച്ചിടാതെ തന്നെ നമ്മുടെ ട്രെയിൻ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു 6:21 കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്തിരിക്കുകയാണ് കേട്ടോ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇനി അടുത്ത് വരുന്നത് ചെറിയനാട് സ്റ്റേഷനാണ്. ട്രെയിനകത്ത് അത്യാവശ്യം തിരക്കുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ തിരക്കുണ്ട്. തിരക്കൊക്കെ കായംകുളം എത്താറാകുമ്പോഴേ ഒന്ന് കുറയത്തോളം എന്നാണ് യാത്രക്കാർ പറയുന്നത്. ഒരു ചേട്ടനടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ദേ ചെങ്ങന്നൂർ സ്റ്റേഷൻ്റെ നെയിം ബോർഡ്. ചെങ്ങന്നൂർ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, 6:21 കഴിഞ്ഞ് വരികയാണ്. ഇനി വരുന്നത് ചെറിയനാട് സ്റ്റേഷനാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എത്തും ചെറിയനാട്, വലിയ താമസമില്ല. ഇതേ കണ്ടില്ലേ ചെറിയനാട് സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയനാട് സ്റ്റേഷനിലോട്ട് നമ്മളെത്തി. നമ്മുടെ പ്ലാറ്റ്ഫോം ഇപ്പുറ സൈഡല്ല, നമ്മളിപ്പുറം നിൽക്കുന്നതാണ്. ഇപ്പുറ സൈഡിലാണ് നിൽക്കുന്നത്, പ്ലാറ്റ്ഫോം അപ്പുറ സൈഡിലാണ് കേട്ടോ. പക്ഷേ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും അങ്ങ് മുഴുവൻ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ, ട്രെയിൻ വരുന്നുണ്ട്. ഏതോ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയനാട് സ്റ്റേഷൻ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ 16366 കോട്ടയം എക്സ്പ്രസ് ആണ് കേട്ടോ. ചെറിയനാട് സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കോട്ടയം എക്സ്പ്രസ്. നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് കോട്ടയം വരെ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഇതിനെപ്പറ്റി ഓൾറെഡി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനാണ് കേട്ടോ അതായി പോയത് ചെറിയനാട് സ്റ്റേഷനിൽ നിന്നും. നമ്മുടെ ട്രെയിൻ ആ ട്രെയിൻ പോയ ഉടനെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ്
നമ്മുടെ ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ട്രാക്കിലത്തെ സൈഡിലത്തെ നെയിം ബോർഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ 6:30 കഴിഞ്ഞ് വരുന്നുണ്ട്, സന്ധ്യാനേരം ആവുന്നുണ്ട്, വെട്ടം കുറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ സ്റ്റേഷൻസ് കവർ ചെയ്യാൻ മാക്സിമം നോക്കും കേട്ടോ. അപ്പോൾ ചെറിയനാട് ബൈ. അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ കോട്ടയം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. ഇനി അങ്ങോട്ടെല്ലാം വെട്ടം മാക്സിമം കുറവായിരിക്കും. കുഞ്ഞു കുഞ്ഞു റെയിൽവേ സ്റ്റേഷനൊക്കെ ഇനി ഉണ്ടല്ലോ അങ്ങോട്ട് പോകുന്ന വഴിക്ക്. ഈ ലൈറ്റുകളൊന്നും ഇല്ലാതെ അതാണ് പ്രശ്നം. നെയിം ബോർഡ് കിട്ടാൻ പാടായിരിക്കും. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് നോക്കാമോ, മാവേലിക്കര. തന്നെ മാവേലിക്കരയിൽ ഒരു 6:30 കഴിഞ്ഞപ്പോൾ എത്തി. 6:36 കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മളിപ്പോൾ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മളുടെ ടോയ് മെമു ട്രെയിൻ, ഞാനാണേ ടോയ് മെമു ട്രെയിൻ എന്ന് പറയുന്നത്. ഞാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ്, മനസ്സിലായോ? നമ്മളെല്ലാവരും ടോയ് മെമു ട്രെയിൻ. ആസ് യൂഷ്വൽ 1 മിനിറ്റ് പോലും ഇല്ല, ലൈറ്റുകളായി ഇട്ടൂടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ. ഇതൊക്കെ പിന്നെ ഇത്തിരി വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. എനിക്ക് പേടി നമ്മുടെ ഓച്ചിറ, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ടം, മൺറോതുരത്ത്, പെരുന്നാടില്ലേ, അതൊന്നും നേരെ ചൊവ്വേ കിട്ടിയില്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊന്നും, എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവിടെ ഉള്ളവർ നമ്മളങ്ങനെ മാവേലിക്കരയിൽ നിന്നും പോയി. അപ്പോൾ മാവേലിക്കരക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ചില സ്റ്റേഷൻസിൽ വെട്ടക്കുറവായിരിക്കും. അതായത് ലൈറ്റുകളൊന്നും കാണത്തില്ല നെയിം ബോർഡിൻ്റെ അടുത്തും. പിന്നെ ഇരുട്ടിക്കട കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. എന്നുവെച്ചാൽ എനിക്ക് എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, വീഡിയോ കാണാൻ പറ്റണ്ടേ നമുക്ക്, മനസ്സിലായോ? നമ്മളടുത്ത സ്റ്റേഷൻ നമ്മുടെ മെയിൻ, അതായത് ഇനി കായംകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻസാണ്. കരുനാഗപ്പള്ളി പിന്നെയും കുഴപ്പമില്ലായിരിക്കും. കായംകുളത്ത് എത്തി കേട്ടോ നമ്മൾ. സമയം 6:50 കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ സൈഡിലാണ്. 6:50 കഴിഞ്ഞിട്ടുണ്ട്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ കോട്ടയം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നില്ല, അത്യാവശ്യം ക്ലിയർ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ചിലപ്പം യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോ നോക്കി, ഒരു ലോഡ് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ കായംകുളം ആകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്കൊക്കെ കുറയും. എന്നിരുന്നാലും കൊല്ലം എത്തിയിട്ട് ഞാൻ നമ്മുടെ ട്രെയിനിൻ്റെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കാം കേട്ടോ, നല്ലോണം കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇപ്പുറ സൈഡിലാണ് നിൽക്കുന്നത്, പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറ സൈഡിൽ. ആൾക്കാരൊക്കെ ഒരുവിധം ഇതേ കണക്ക് നേരത്തെ കാണിച്ചില്ലേ, ഇതേ കണക്ക് ഇറങ്ങി ക്രോസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കായംകുളത്ത്. ഇതേ കണ്ടല്ലേ ഇപ്പുറ സൈഡ്. നമ്മൾ കണ്ട നൈസിന് വന്ന് ഞാൻ ഇപ്പുറത്ത് വന്നു. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. നിൽക്കാൻ പറ്റുന്നതല്ല, തെള്ളുപിടിയല്ല, പക്ഷേ യാത്രക്കാർ നിൽപ്പുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ഈ ട്രെയിൻ കണ്ട, ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ 16605 ഏറനാട് എക്സ്പ്രസ് ആട്ടാ. ഈ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ട് ഒരു 6-7 മിനിറ്റോളം നമ്മൾ കായംകുളം ജംഗ്ഷനിൽ കിടക്കുവാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് നമ്മുടെ കായംകുളത്ത് നിന്ന് കുറച്ച് ആൾക്കാർ കൊല്ലത്ത് കയറാൻ വേണ്ടിയിട്ട് നൈസിന് ഈ ട്രെയിനിലോട്ട് ഇപ്പോൾ ചാടി കയറാൻ ചാൻസ് ഉണ്ട്. ഇതങ്ങ് പോകുന്നതുകൊണ്ട് ഈ ട്രെയിന് വേണ്ടിയിട്ട് നമ്മളെ മെമു പിന്നെ ചോദിക്കാനും പറയാനും കാര്യമില്ലല്ലേ, അതുകൊണ്ട് നിർത്തിയാക്കിയിട്ട് മറ്റുള്ള വണ്ടികളെ കയറ്റി വിട്ടിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഏറനാട് എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ മംഗലാപുരത്ത് നിന്ന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിൻ കേട്ടോ. ഇതേ കണ്ടില്ലേ, ഒരു ചേട്ടനൊക്കെ ഇറങ്ങിയതാണ്, രണ്ടാമത്തെ ചേട്ടൻ ഇറങ്ങുന്നു. ഏറനാട്ടിലോട്ട് കയറി പോകാനായിരിക്കും. അപ്പോൾ ഓൾറെഡി ഏറനാടിനെയൊക്കെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലും. അതായത് ട്രെയിൻ സ്പോട്ടിങ് കേട്ടോ, അല്ലാതെ ട്രെയിൻ ജേണി അല്ല. നമ്മൾ ട്രെയിൻ ജേണി ചെയ്തിട്ടില്ല. ട്രെയിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഷോർട്സ് ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ആയിട്ടും. എന്തായാലും നമ്മുടെ ഏറനാട് എക്സ്പ്രസ് നിഴലടിക്കുന്നുണ്ട്, അതും ഷാഡോ, സ്പെഷ്യൽ ഷാഡോ. അല്ല നമ്മൾ കുറച്ച് നേരം കായംകുളത്ത് പോസ്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു കായംകുളത്ത് നിന്നും കൂടെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എന്നെ വിചാരിച്ചു ഇനി കൊല്ലത്ത് എന്നിട്ടൊരു ചായ കുടിക്കാം. എന്തായാലും ആ ചായ സമയം തെറ്റിച്ച് കുടിച്ചുള്ള കുഴപ്പമില്ല, ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന. ഞാൻ കോട്ടയം നമ്മൻ്റെ തലവേരുത്താൻ നിന്നത്. അതുകൊണ്ട് ഇന്ന് 2 ചേട്ടന്മാരൊക്കെ ഏറനാട്ടിലോട്ട് കയറുന്നുണ്ട്. കായംകുളത്ത് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഏറനാട് എക്സ്പ്രസ്. ഏറനാട് എക്സ്പ്രസ് യാത്ര ചെയ്തവരൊക്കെ ചുരുക്കം പേര് അങ്ങനെ കാണാതിരിക്കത്തുള്ളൂ. അപ്പോൾ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേരാ, ഒരു രസമല്ലേ. ഏറനാട് എക്സ്പ്രസ് പോയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന അടുത്ത ട്രെയിൻ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അതേ ഗൈസ്, ട്രെയിൻ നമ്പർ 12696 MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ. അങ്ങ് അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുക. അത് പ്ലാറ്റ്ഫോം നമ്പർ 2 കേട്ടോ. അവിടെ നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കായംകുളം ജംഗ്ഷനിൽ. അപ്പോൾ ഏറനാട് വന്നിട്ട് പോയി, MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അതേ വന്ന്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് പോകാൻ. അങ്ങനെ നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ്, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും കേട്ടോ.
ചെയ്തായിരുന്നു. ട്രെയിൻ സ്പോട്ടിംഗ് ആണ്, ട്രെയിൻ ജേണിയൊന്നുമല്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഏറനാടിലും ഈ MGR ചെന്നൈ സെൻട്രലിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയാൽ നമ്മൾ ട്രെയിൻ ജേണി ചെയ്യും, വ്ളോഗ് ഇറക്കും ഇതേപോലെ. തൽക്കാലം ഇപ്പം നമ്മൾ മെമു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെമുവിൽ യാത്ര ചെയ്യാൻ. മെമു ട്രെയിൻ ജേണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ മിക്കപ്പോഴും കൊച്ചു കൊച്ചു യാത്രകളാണെങ്കിൽ നമുക്ക് സമയം പിന്നെ ഫ്രീ ആണല്ലോ. ഫ്രീ ആണ് എന്ന് ഉദ്ദേശിച്ചാൽ വേറെ ജോലിയൊന്നുമല്ല, ട്രെയിൻ ജേണീസിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തും, യാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തും. പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകൾ. നമ്മൾ കായംകുളത്ത് നിന്ന് എടുത്ത കേട്ടോ വണ്ടി. ഇപ്പം ഒരു 7 മണിയായി കഴിഞ്ഞു, 7:15 ആയി. അപ്പം നമ്മൾ പതുക്കെ കായംകുളത്ത് നിന്ന് എടുക്കുകയാണ്. ഒരുവിധം വെട്ടം ലൈറ്റ് എത്രത്തോളം ഇനി ക്ലിയർ ആക്കും. ഇനി നമുക്കുള്ളത് ഓച്ചിറ, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, മൺട്രോതുരുത്ത്, പെരിനാട്. ഈ ഇത്രയും സ്റ്റേഷൻസ് ഞാൻ കാണിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവർ ആർക്കും എൻ്റെ അടുത്ത് പണങ്ങല്ലേ, എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ മുൻകൂട്ടി ക്ഷമ ചോദിക്കുകയാണ്. തീരെ വെട്ടക്കുറവില്ലാത്തത് കൊണ്ടാണ്. കണ്ടില്ലേ കാഴ്ചകൾ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ തോന്നുന്നു ഇനിയിപ്പോൾ ഞാൻ കൊല്ലം ജംഗ്ഷനിലോട്ട് വീഡിയോ എടുക്കത്തുള്ളായിരിക്കും കേട്ടോ. കായംകുളം കഴിഞ്ഞിട്ട് ഓച്ചിറയുണ്ട്, നമ്മുടെ കരുനാഗപ്പള്ളിയുണ്ട്, നമ്മുടെ ശാസ്താംകോട്ടയുണ്ട്, നമ്മുടെ മൺട്രോതുരത്തുണ്ട്, നമ്മുടെ പെരിനാടുണ്ട്. അവിടെ ഉള്ളവരൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണേ. അപ്പോൾ നമ്മളെന്തായാലും കായംകുളത്ത് നിന്ന് കയറി. ഇനിയിപ്പോൾ അകത്തുള്ളൊരു കാഴ്ച ഞാൻ നൈസായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ ഫുൾ. എന്തായാലും ഞാൻ നമ്മുടെ കൊല്ലത്തെത്തട്ടെ കാണിക്കാം. ഇനിയിപ്പോൾ കണ്ട ഫുൾ ഇരുട്ടാണ് ഗൈസ്. സമയം ഒരു 7:45 നമ്മൾ എവിടെയാണെന്നറിയോ? പെരിനാടിലാണ്. നമ്മളെ പെരിനാട് റെയിൽവേ സ്റ്റേഷൻ. ബാക്കിയൊക്കെ ഭയങ്കര വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, എല്ലായിടത്തും എടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ രാത്രിത്തെ കാഴ്ചകളും ആയതുകൊണ്ട് ഇപ്പം പിന്നെ പെരിനാട് സ്റ്റേഷൻ ഇത് കുറച്ച് വെട്ടവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാനങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം മറ്റുള്ളവരുടെ അടുത്ത് വീണ്ടും ക്ഷമ ചോദിക്കുകയാണേ. കുറേ വട്ടം ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്, ക്ഷമിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പെരിനാട് സ്റ്റേഷനിൽ പോയി ഇനി നമുക്കുള്ള നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഇന്നത്തെ യാത്ര പൂർണ്ണമാകാൻ പോവുകയാണ്. കൊല്ലത്ത് എത്തുമ്പോഴത്തേക്കും, കോട്ടയത്ത് നിന്ന് കൊല്ലം എത്തുമ്പോഴത്തേക്കും അത് പൂർണ്ണമായി. ഓക്കെ, അപ്പം കോട്ടയം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യലായിരുന്നു. നമ്മുടെ ഒരു ടോയ് ട്രെയിനായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതാണ് നെയിം ബോർഡ്, പെരിനാടിൻ്റെ നെയിം ബോർഡ്. ഓൾറെഡി പെരിനാട് റെയിൽവേ സ്റ്റേഷനെ പറ്റി ഒരു വ്ളോഗും ഇവിടെ വന്ന് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളേ നമ്മൾ. ദേ കണ്ടില്ലേ, അങ്ങനെ എത്തി, കൊല്ലം ജംഗ്ഷനിലെത്തി, എൻ്റെ നാട്ടിലെത്തി ഗൈസ്. ഞാനങ്ങനെ നമ്മുടെ ട്രെയിൻ തേണ്ടതാണ്, നമ്മൾ വന്ന ട്രെയിൻ. നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. സമയത്തായി 8:05 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കോട്ടയത്ത് നിന്ന്. അപ്പോൾ ഈ ട്രെയിൻ തന്നെയാണ്, മറന്നു പോവല്ലേ. ഈ ട്രെയിൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്നാണ്. ഉച്ചയ്ക്ക് ഒരു 2:45, 2:40 ഈ ട്രെയിൻ എടുക്കുന്നത്. അതൊരു 4:55 ആകുമ്പോഴത്തേക്ക് നമ്മുടെ കോട്ടയത്ത് എത്തുന്നു. ആ ട്രെയിൻ 5:40 ആകുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഈ സമയം 8:05 കയറുന്നു. അതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ യാത്ര ചെയ്ത ട്രെയിൻ. നൈസ് അല്ലേ? നൈസ് മെമു ട്രെയിൻ അല്ലേ? ഒരു ടോയ് മെമു ട്രെയിൻ. പുറത്തുനിന്നാണേലും അകത്തുനിന്നാണേലും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ദേ പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ചാർജിങ് പോർട്ടുണ്ട്. നമ്മൾ പൊതുവേ ട്രാവൽ ചെയ്ത മെമു ട്രെയിനിലൊന്നും ചാർജിങ് പോർട്ട്സ് ഇല്ലായിരുന്നു. 2 സൈഡുകളിലും ചാർജിങ് പോർട്ടുണ്ട് കേട്ടോ. അടിമുടി കാണിച്ചു തരാം, ഒന്ന് കറങ്ങി അടിച്ചു. ദേ ഇവിടെ ഒരു ചാർജിങ് പോർട്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പുറത്തൊരു ചാർജിങ് പോർട്ട്. ഇനി പതുക്കെ നൈസിന് വെളിയിൽ ഇറങ്ങാം. അപ്പോൾ ട്രെയിൻ കണ്ടല്ലോ, നമ്മൾ യാത്ര ചെയ്യാൻ വന്ന ട്രെയിൻ ഇതാണ്. പിന്നെ ഒരു 3-4 സ്റ്റേഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ഇരുട്ടായത് കൊണ്ടും കാണാൻ പറ്റാത്തതും കൊണ്ട്, ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ട്രെയിൻ ജേണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. നമ്മളിത് കൊല്ലം ജംഗ്ഷൻ്റെ വെളിയിലോട്ട് നൈസായിട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിൽ പോകണം. കൊല്ലത്തുനിന്ന് നേരെ ബസ് കയറി കൊട്ടിയം, എൻ്റെ നാടായ കൊട്ടിയത്തോട്ട് നേരെ ബസ് കയറി വീട്ടിൽ പോകണം. അപ്പോൾ ഏകദേശം ഈ വീഡിയോ തീരാറായി, പൂർണ്ണമായി. നിങ്ങളെ എന്ന് കോട്ടയത്ത് നിന്ന് ഈ മെമു ടോയ് ട്രെയിനിൽ കൊല്ലം വരെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കണമായിരുന്നു. അതായത് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം നമുക്കിനി ഇതേ കണക്കത്തുള്ള ട്രെയിൻ ജേണീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം, പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ മലയാളി ട്രെയിൻ ബ്ലോഗറും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും പുതിയ ട്രെയിൻ ജേണീസും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ.